ഈ പാമ്പിനെയാണല്ലോ പിടിക്കുന്നത്. പാമ്പുമായിട്ട് ഏറ്റവും അധികം അടുത്തിടപഴകുന്നു, പാമ്പുകളുടെ മുട്ട വിരിയിക്കുന്നു, പാമ്പുകളെ ഉമ്മ വയ്ക്കുന്നു, പാമ്പുകളെ ചേർത്ത് നിർത്തുന്നു. അപ്പൊ ഇതിനെ ഒരു അറപ്പിന്റെ രീതിയിൽ കണ്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെടുക, ആ അനുഭവങ്ങളോ? അയ്യോ, നിങ്ങൾ ചോദിച്ചു. നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്കറിയാലോ. ഇന്നലയ്ക്ക് മുന്നേ ഒരു ദിവസം ഒരാള് പാമ്പിനെ പിടിക്കാൻ പോയി. ഞാൻ കൈയൊക്കെ കഴുകി, ബാക്കിയുള്ള എല്ലാവരും ഷേക്കൻഡ് കൊടുത്ത് അവരെല്ലാം വാങ്ങി. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കൈ തരാൻ പറ്റും, പെട്ടെന്ന് കൈ വലിച്ചിട്ട് പുള്ളി പെട്ടെന്ന് ബാക്കിലേക്ക് മാറി. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ, 4-5 ദിവസങ്ങൾക്ക്, അല്ല ഒരാഴ്ചക്ക് മുന്നേ ഞാൻ ഇതുപോലെ ഒരു പാമ്പുള്ള അതിഥിയെ പിടിച്ചു. കൈയൊക്കെ സോപ്പിട്ട് ഒക്കെ കഴുകി. എന്നിട്ട് അത് എനിക്ക് 500 രൂപ തന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് ടച്ച് ചെയ്യാൻ സമയം പെട്ടെന്ന് കയ്യിൽ കൊണ്ട് തരാൻ പോയിട്ട് പെട്ടെന്ന് കയ്യിലങ്ങ് ഇട്ടു. എന്നിട്ട് പെട്ടെന്ന് കൈ വെച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ വെളുപ്പാട്ടൊക്കെ ഉണ്ടാവുന്ന പിള്ളേരെ മക്കളെ സാധാരണക്കാരാണ് കേട്ടോ. കൂടെ കൊച്ചു മക്കളെ നമ്മൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടായിരുന്നപ്പോൾ നമ്മൾ കൊച്ചു മക്കൾക്ക് തൊടാൻ ചെല്ലുമ്പോൾ ഒരു പതുക്കെ കൊച്ചിന് ഇഷ്ടമില്ലാത്തതൊക്കെ ഒരു കൊച്ചിനെ ഇങ്ങനെ മാറ്റി കൊണ്ടുവന്ന സംഭവം ഒത്തിരി ഉണ്ടായി. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പല സ്ഥലത്തും ചെല്ലുന്നത് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഒരു നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ്. നെയ്യാറ്റിൻകര പോകണ്ട, ഊരുട്ടമ്പലത്തിനടുത്ത് എവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പൊ അവിടെ ഞാനിങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയെന്നാണ്. അതേ പ്രിൻസിപ്പളോ മറ്റായിരുന്നു. അതേ എന്താ പറയുക, സ്കൂളിലെ HM എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിന്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ച് ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങളൊരു പണ്ടും എൻ്റെ ചെറുപ്പത്തിലെ ഞാനൊരു വീട്ടിൽ ഇപ്പം അങ്ങനെ ആഹാരം കഴിക്കല്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതൽ എനിക്കത് ഉണ്ടാകും. അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാത്രമൊക്കെ ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പൊ ഞാൻ എനിക്കിത് കുടിക്കാൻ വേണം തരുക. അപ്പൊ മക്കളെ ഇപ്പൊ കൊണ്ടോ കുടിക്കാനല്ല, അവർ വീട്ടിന്റെ പുറകിലൂടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. അത് വ്യക്തമായിട്ട് കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പൊ ചേട്ടാ കുടിക്കില്ല, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം മഗ്ഗാണെന്ന്. ഞാൻ അവനെ കുടിച്ചില്ല, കളഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും അന്മത്തുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഞാനൊരു 10-12 വർഷം കൊണ്ട് ഞാൻ എൻ്റെ തിരുവോണം ഉണ്ണുന്നത് എൻ്റെ അമ്മയോടോ അപ്പനോടൊന്നുമല്ല. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അനാഥ മന്ദിരത്തിലാണ്. അറിയപ്പെടുന്നത് വെച്ചാൽ അതിന്റെ തൊട്ടടുത്താണ് പ്രമാദം ഒരു ക്ഷേത്രമുള്ളൂ, ആറ്റുകാൽ ക്ഷേത്രമാണ്. സത്യം പറഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന ഭക്തജനങ്ങൾ അമ്മയ്ക്ക് 10,000-കണക്കിന് രൂപയും സ്വർണ്ണമൊക്കെ കൊണ്ട് കാണിക്കേടാൻ പോകുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിക്കുള്ള ഒരു അനാഥ മന്ദിരമാണ് ആനന്ദ നിലയം. അവിടെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ ഒന്ന് മൈൻഡ് ചെയ്യാതെ അവർ ദൈവത്തിന് കൊടുത്തിട്ട് എന്താ നേടാൻ പോകണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പാവപ്പെട്ട 10 പേർക്ക് ആഹാരം കഴിക്കാൻ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത്രയും പുണ്യങ്ങളുണ്ട്. ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതും കൂടി ശ്രദ്ധിക്കണം പോകുന്ന ആൾക്കാരെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഞാൻ തിരുവോണം 10 വർഷം അവിടെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷ് ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ ഞാൻ വരാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് ഇതാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവിടുത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷിക്കും എല്ലാ തിരുവോണത്തിനും. അപ്പൊ ഞാൻ കഴിച്ചു. ഞാനവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാന്ന്. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിന്റെ വരാന്തയിൽ ഇരുത്തി. ഞാൻ ഇരുന്നു. പായസം എടുക്കാന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 1/2 മണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പൊ ഞാൻ വെറുതെ കഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പൊ ഒരു അകത്തുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളല്ല, ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സുള്ള വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കിൽ കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പൊ ഞാനത് കുടിച്ചു. എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് വെട്ടിക്കൊണ്ടുവന്നു. ഡിസ്പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഈ മേഖലയിൽ. പക്ഷെ അതൊന്നും എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് കാണാറില്ല. ഒരുപാട് അനുഭവം പോട്ടെ. ഈ പാമ്പുകളെ പാഷനാക്കുക, അല്ലെങ്കിൽ പാമ്പ് പിടുത്ത ഒരു ലഹരിയായിട്ട് ജീവിതത്തിൽ കൊണ്ട് നടക്കുക, അതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമാണോ സംഭവിച്ചിട്ടുള്ളത്? ലാഭമൊന്നും എന്താ ലാഭമുള്ളത്? ജീവിതം മൊത്തം നമുക്ക് എല്ലാ നഷ്ടങ്ങളല്ലേ ഉള്ളൂ. നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മളെപ്പം തിരക്കിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും. അപ്പൊ ഞാൻ സത്യം പറഞ്ഞിട്ട് നഷ്ടം എന്ന് പറഞ്ഞാൽ കണക്കുകളില്ല.
അത്രയ്ക്ക് നഷ്ടമാണ്. കാരണം വെച്ചാൽ ഞാൻ ഒരു അതിഥിയെ പിടിക്കാൻ പോകുന്ന സമയത്ത് വണ്ടിക്കൂലി ഒരു മോലാവാറ്. ഒരു ചെറുപ്പം മുതൽ ഞാൻ ഇതൊരു എന്താ പറയുക ഒരു തമാശയായിട്ടാണ് ആദ്യം തുടങ്ങി, ഒരു കോമഡി. അതൊരു അവനെ കമ്പോസ് തട്ടി നോക്കി, അത് കുഴപ്പമൊന്നുമില്ല, അത് ചുമ്മാ അങ്ങനെ നിൽക്കുന്നു. അപ്പൊ എനിക്ക് ചിരി തോന്നി. എന്റെ ചെറുപ്പത്തിലെ വീട്ടുകാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊരു കഥയില് ഒരു നായകൻ ഇങ്ങനെ ഒരു എന്തോ പോലെ നിൽക്കുന്നുണ്ടപ്പോ പിന്നെ അങ്ങനെ തോന്നി, അതൊരു പാഷനാക്കി. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാല് കണക്കുകൾ നിരത്താൻ പറ്റാത്തൊരു നഷ്ടമുണ്ട്. കുടുംബത്തിനായിരുന്നു. ഇപ്പൊ എനിക്കൊരു അമ്മയ്ക്കൊരു അസുഖം വന്നു, എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അച്ഛനിപ്പോ ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് എനിക്ക് നോക്കാൻ പോലും പറ്റിയില്ല. ഞാൻ എപ്പോഴും ഇതൊരു ലഹരിയായപ്പോ എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് ഇതാണെന്ന് ചിന്തിച്ച് ഇങ്ങനെ കൊള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ അച്ഛനെ ഞാൻ വേറെ വെളിയിൽ നിന്ന് ആൾക്കാരെ വെച്ച്, സേവനം എന്നൊക്കെ ആൾക്കാരെ വെച്ചാണ് അച്ഛനെ നോക്കി. അപ്പൊ ഇപ്പൊ അനിയത്തി ട്രീറ്റ്മെന്റിലാണ്. കിഡ്നിയുടെ പ്രശ്നങ്ങൾ, 2 കിഡ്നി ഫെയിലിയർ ആയിട്ട് ട്രീറ്റ്മെന്റ്, ഹാർട്ടിന്റെ പമ്പിങ് പിന്നെ കുറവുണ്ട്, ഷുഗർ വളരെ കൂടുതലാണ്, കണ്ണിന് കാഴ്ച കുറഞ്ഞു. അപ്പൊ ഇതിനെല്ലാത്തിനും ഞാൻ തന്നെ 2 ചേട്ടന്മാർ എനിക്ക് വേറെ ഉണ്ട്. പക്ഷെ അവര് എന്താണെന്ന് അറിയില്ല, അവരുടെ മനസ്സെങ്ങനെയാണല്ലോ, അവർക്ക് സമയത്തിന് നോക്കാൻ അവർ സത്യമായത് പറയാൻ പാടില്ല, എന്നാലും വിഷമം കൊണ്ട് പറയാണ്. ഇന്നലെ നമ്മൾ ഇരിക്കുന്നതിന്റെ മുന്നേ ഇന്നലെ ഞാൻ നാട്ടിലില്ല. എന്റെ അനിയത്തി പെട്ടെന്ന് ദേഹം തളർന്ന് വീണു. പ്രഷർ ഇത് എന്താ പറയുക, ഹാർട്ടിന്റെ പ്രശ്നമുള്ളതുകൊണ്ട്, കിഡ്നി പ്രശ്നമുള്ള പെട്ടെന്ന് തളർന്നു വീണു. ഇരുന്നിരിക്കും. അതേ അനിയത്തി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ 2 ചേട്ടന്മാരെ മാറി വിളിച്ചു. 2 പേരും ഒരാൾ വീട്ടിൽ കെട്ടിൽ കിടന്നുകൊണ്ട് പോകാണ്ടിട്ട് ഞാൻ ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. നമുക്കറിയാലോ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫാൻ്റെ. അപ്പൊ അതൊക്കെ മാനസികമായിട്ട് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ തുറന്നു. ആളുകൾ വിചാരിക്കുന്ന വെച്ചാൽ ബാബാതുരി എന്തോ വലിയ സംഭവമാണ്, വലിയ എന്തൊക്കെയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. 2-3 മണിക്കൂർ സൗകര്യം ബോധമില്ലായിരുന്നിട്ട് പിന്നെ അത് അടുത്തുള്ള കുഞ്ഞമ്മയുടെ മോനൊക്കെ എടുത്ത് കിടത്തി റിക്കവറായി കിടക്കുന്ന ഒരു കുഴപ്പം. ഇന്ന് വൈകിട്ട് എനിക്ക് കാർഡിയോ ഡോക്ടറിനെയും കിഡ്നിയുടെ ട്രീറ്റ്മെന്റ് നടക്കുന്ന ഡോക്ടറെ കണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് കോളൊന്ന് വന്നിട്ട് പോകാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം സമയം മാറ്റി വെച്ചു. അപ്പൊ ഇങ്ങനെ നഷ്ടങ്ങൾ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ എനിക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റും. ഞാൻ എവിടെയെങ്കിലും ഒരു പാമ്പിനെ പിടിക്കാൻ കുറച്ച് ദൂരത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ മതിൽ ഇടിക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് സമയമെടുക്കും. എനിക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നാൽ എനിക്ക് പെട്ടെന്ന് ഇവിടെ ഓടിയെത്താൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയ്ക്ക് സുഖമില്ലായ്കയുണ്ട്. അപ്പൊ അതിന് എന്റെ സുഖായികയില്ലായ്കൾ ഞാൻ കണക്ക് കൂട്ടാറില്ല, ഒരിക്കലും കണക്ക് കൂട്ടും. കാരണം എനിക്കിപ്പോ അറിയാം, ഞാനിപ്പോ ഈ യാത്രക്കിടയിൽ എനിക്കൊരു 8-9 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പത്തനംതിട്ടയിൽ മലയാളപ്പുഴ ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിൽ ഒരു വീട്, അവർക്ക് വീട് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യാനായിട്ട് വാങ്ങാനായിട്ട് ആള് വരുമ്പോ പരസ്യം കൊടുക്കും. ആള് വരുമ്പോ ഒരു പാമ്പ് അത് ഇങ്ങനെ അപ്പുറത്തുനിന്ന് നിഴഞ്ഞ് നേരെ ഇപ്പുറത്തു നിന്ന് അവര് വീട് പാമ്പ് ഉള്ളതുകൊണ്ട് വീട് വാങ്ങാതെ പോകുമ്പോൾ അടുത്ത ആൾ ഒരു സെയിം ഇദ്ദേഹം വീണ്ടും അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു ആരോടും പറയാതെ ചേട്ടാ നമുക്കതിന് പിടിക്കണം. അങ്ങനെ ഞാൻ ഇന്ന് വൈകിട്ട് പോയി മതില് പൊളിക്കാൻ തുടങ്ങി. ഞാൻ ആരും അറിഞ്ഞില്ല. നാളെ രാവിലെ 11 മണി വരെ ആ പണി ചെയ്തുകൊണ്ടിരിക്കുക. മതിലിന്റെ അടിയിലാണ്, ബേസ്മെന്റ് റോഡിന്റെ സൈഡ് വാളിന്റെ അടിയിലാണ് കയറുന്നത്. 24 മണിക്കൂർ മതിൽ പൊളിച്ചോണ്ടിരിക്കുക. അത് ഇന്ന് വൈകിട്ട് 5-6 മണിക്ക് തുടങ്ങിയ പണി ഒരാളും എന്നെ കണ്ടില്ല. ഞാൻ ആ മതിൽ ഹൈറ്റുള്ള അതിന്റെ അടിയിൽ നിന്ന് മതിൽ പൊളിച്ച് പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം, ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പൊ ഞാൻ ചേട്ടാ എനിക്ക് ഒരാളിനോട് കിട്ടുമെന്ന് വെച്ചു. അങ്ങനെ പുള്ളി 10-11 മണിയായപ്പോ ക്ഷേത്രത്തിനടുത്തുള്ള പൊക്കം കുറഞ്ഞിട്ടുള്ള ആളിനെ വിളിച്ചിട്ട് വന്ന് പുള്ളി ഇറങ്ങി ഒരു കല്ലെടുത്തിട്ട് കല്ല് പൊങ്ങുന്നില്ല. അപ്പൊ ഞാൻ പുള്ളിയെ കയറാൻ പറഞ്ഞു. അപ്പൊ സൈഡ് എന്ന് റോഡിന്റെ സൈഡ് വേണം. അപ്പൊ അവിടെ കല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു പോഷം ഇടിച്ചു വെച്ചിരിക്കണം. അതിന്റെ മുകളിലൊരു സ്തൂപമുണ്ട്. അതിലൊരു കയറ് കെട്ടിയിട്ടൊരു പേര അങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ കയറാൻ പറഞ്ഞു. പുള്ളിക്കാരെ ഞാനങ്ങ് ഇറങ്ങുകയും ചെയ്ത് പുള്ളി ഈ കയറ് തൂങ്ങി കയറുക. അപ്പൊ അവിടെ വെച്ച് പാറ ഇടിഞ്ഞ് എന്റെ നടുവിൽ കിടക്കും. ഞാൻ പാറയ്ക്ക് അടിയിലായി. എന്നിട്ട് ഇവിടെ 3 പൊട്ടലുണ്ടായിരുന്നു, ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. ഈ 4 പൊട്ടലുമായിട്ട് ഞാൻ അവരെന്നെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ കില്ലർ എടുത്ത് നേരെ അവിടെ നിന്ന് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ട് വേണ്ട മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. എത്രയോ മാസം റെസ്റ്റ്. ഒരാളൊരു എന്താണെന്ന് ചോദിച്ചിട്ടില്ല. വീട്ടുകാർ പിന്നെ വിളിച്ചിട്ടേ ഇല്ല, എങ്ങനെയുണ്ടെന്നൊന്നും ചോദിച്ചിട്ടില്ല.